പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ എന്നേരും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുദിനവും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, വാർത്തപ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ സമ്പൂർണ്ണമായിട്ടും സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് വാർത്തപ്പെടുത്തുന്നു. കാരുണ്യവാനായ കർത്താവേ, സോദോമിലും ഗൊമോറയിലും കർത്താവ് അഗ്നിയും ഗന്ധകവും വർഷിച്ചുകൊണ്ട് ആ ജനതയെ നശിപ്പിക്കുമ്പോൾ അവർ ചെയ്ത പാപത്തിൻ്റെ വലിമയെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതൊന്നും സ്വീകരിക്കാതെ തങ്ങളുടെ തന്നെ വ്യഗ്രതകളിൽ മുഴുകിക്കൊണ്ട് സുഖലോലുപതയിൽ കഴിഞ്ഞ ആ താഴ്വാരങ്ങളെ അങ്ങ് നശിപ്പിച്ച് കർത്താവെ, ലോത്തിനെ മാത്രം അബ്രഹാമിനെ ഓർത്ത് രക്ഷിക്കുമ്പോൾ അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ അങ്ങയുടെ കാരുണ്യത്തെയാണ് നഷ്ടപ്പെടുത്തുന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ ഹൃദയവും മനസ്സ് ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. പാപികളോടുകൂടെ എൻ്റെ ജീവിതത്തെ തൂത്തെറിയരുതേ. രക്തദാഹികളുടെ കൂടെ എൻ്റെ പ്രാണനെയും. കർത്താവെ, അങ്ങേ എൻ്റെ വലത് കൈ പിടിക്കണമേ. വിജയം നൽകുന്നവയെ വലത് കൈയാൽ എന്നെ അങ്ങ് നയിക്കണമേ. എൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തെക്കുറിച്ച് ഓർക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഞങ്ങളെ അങ്ങ് ഓർമ്മിപ്പിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാസിച്ചുകൊണ്ട് ശാന്തമാണ്. കർത്താവെ, അങ്ങ് കൂടെയുണ്ടായിരുന്നപ്പോഴും തിരമാലകൾ ഉയർന്നപ്പോഴും കൊടുങ്കാറ്റടിച്ചപ്പോഴും ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാ ഞങ്ങൾ നശിക്കുന്നുവെന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. കർത്താവെ, അങ്ങ് ചോദിച്ചു, അല്പവിശ്വാസികളെ, നിങ്ങളെന്തിനും ഭയപ്പെടും? കർത്താവ് കൂടെയുള്ളവർക്ക് ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെ കാറ്റുകളെയും കോളുകളെയും ഏറ്റെടുത്ത് ഞങ്ങളെ ശാന്തമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. കർത്താവെ, അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കും. ഒരു കൊടുങ്കാറ്റിന്, ഒരു പേമാരിക്ക് ഞങ്ങളെ തകർത്തിടാൻ കഴിയില്ലെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാനിതാ ഈ ദിവസം അങ്ങേക്ക് വിട്ടുതരാം. നിൻ്റെ തിരുവിഷ്ടം പോലെ നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൻ പ്രഭാവത്തിൽ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.